കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിൻ അരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അടിച്ചതായ കൊടുങ്കാറ്റ്, ഇയ്യോബിൻ്റെ മക്കളെ എല്ലാവരും ഒരുമിച്ച് കൊന്നതായ കൊടുങ്കാറ്റ്, ഇയ്യോബിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് മരിച്ചുപോയി, വീട് തകർന്നുപോയി, എല്ലാം നഷ്ടപ്പെട്ടു. ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു, വിളവ് നഷ്ടപ്പെട്ടു, ധാന്യങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബ് ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇയ്യോബ് ചിന്തിക്കുകയായിരുന്നു. എന്തുകൊണ്ട് മനസ്സുമെടുക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് വന്നതെന്ന് ചിന്തിക്കുന്നു, പക്ഷേ മനസ്സുമെടുക്കുന്നില്ല. ഇയ്യോബിനെക്കുറിച്ച് അസൂയുള്ളവനായി തീർന്നു സാത്താൻ. ഒരു ദൈവവൈതൽ സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് സാത്താൻ അസൂയപ്പെടും. പിശാചിന് അസൂയയാണ്. ഓർക്കുക, ഈ അസൂയ എന്ന് പറയുന്നത് പൈശാചികമായൊരു സ്വഭാവമാണ്. അസൂയ, ഒരാൾ വളരുന്നു ഒരാൾ ഉയരുന്നു എന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാകുന്നെങ്കിൽ പൈശാചികമാണ്, പിശാചാണ്. നിങ്ങൾക്ക് ഒരു നല്ല ജോലി കിട്ടി, ചിലർക്ക് അസൂയ തോന്നും, അസഹ്യത തോന്നും, അസഹിഷ്ണുത തോന്നും. അസൂയ അത് പൈശാചികമാണ്. നിങ്ങൾക്കൊരു നല്ല വിവാഹം നടന്നു, അസൂയയാണ്. നിങ്ങൾക്ക് നല്ല സമ്പത്തുണ്ടായി, അസൂയയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നേട്ടമുണ്ടെങ്കിൽ ചിലരിൽ അസൂയപ്പെടും. പൈശാചികനിടമുള്ളവരെല്ലാവരും അസൂയപ്പെടും. അസൂയ, സാത്താന് അസൂയ തോന്നി. ഇയ്യോബ് എന്ത് ഭക്തൻ, ഇയ്യോബിനെല്ലാം ഉണ്ടല്ലോ, ഒന്നും കുറവില്ല, അവനെല്ലാം അഭിവൃദ്ധിയിലാണ്. 7 ആൺമക്കൾ 3 പെൺമക്കൾ, കൊള്ളാം, നല്ല സമ്പത്ത്, നല്ല സൗകര്യങ്ങൾ, നല്ല വീട്, എല്ലാം ഉണ്ടല്ലോ. സാത്താൻ അസൂയപ്പെട്ടുകൊണ്ട് അവനിങ്ങനെ ഊടാടി സഞ്ചരിച്ചപ്പോഴാണ് ഇയ്യോബിനെ കണ്ടുകിട്ടിയത്. ഊടാടി സഞ്ചരിക്കുകയായിരുന്നില്ല, ഭൂമിയിലൊക്കെ ഊടാടി നടക്കുന്നു. എന്തിനാ? ഏതെങ്കിലും ദൈവവേദ സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് കാണാൻ. അതിന് സാത്താൻ നടക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ ഇവൻ കടന്നു ചെന്നു. ദുഷ്ടനായ പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരാതി പറയാൻ ചെല്ലുകയാണ്. ഇയ്യോബ് ഈ അനുഗ്രഹീതമായി ജീവിതം നയിക്കുന്ന അസൂയ കൊണ്ട് പിശാച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഓടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. പെട്ടെന്ന് ദൈവം ചോദിച്ചു, ആട്ടെ, എൻ്റെ ദാസനായ യോബിന് മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനാരുമില്ലല്ലോ, അവനെപ്പോലെ നേരുള്ളവനാരുമില്ലല്ലോ, അവനെപ്പോലെ ദോഷമിട്ടകുന്നവനാരുമില്ലല്ലോ, അവനെപ്പോലെ ദൈവഭക്തനായിട്ട് ആരുമില്ലല്ലോ. നീ എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ദൈവത്തിനറിയാം ദൈവദാസന്മാരുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയാണ് പിശാചിൻ്റെ തന്ത്രം. അവരെ നശിപ്പിക്കാൻ, ഒടുക്കാനാണ് പിശാച് നോക്കുന്നത്, ഒടുക്കി കളയുക. സ്തോത്രം. സഹോദരങ്ങളെ, നാം ഒരു തലമുറയിൽ, ഈ തലമുറയിൽ നാം ജീവിക്കുന്നു. നമുക്കുള്ള അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറിയെടുക്കേണ്ടതാണ്. നമ്മുടെ അനന്തര തലമുറയ്ക്ക് ഇന്നുള്ളതായി വിശുദ്ധിയും ഇന്നുള്ളതായ സമർപ്പണവും ഇന്നുള്ളതായ ദൈവഭക്തിയും നാം കൈമാറേണ്ടതാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം. നമ്മുടെ തലമുറക്കാലത്ത് നമുക്ക് ദൈവം കൃപ ചെയ്ത് അനുഗ്രഹങ്ങൾ തന്നു. പക്ഷേ അടുത്ത തലമുറയാകുമ്പോൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല, അടുത്ത തലമുറയാകുമ്പോൾ ദൈവത്തെ വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ അനുഗ്രഹീതരായി തീരാൻ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ദൈവമക്കളായി തീരാൻ നാം പ്രാർത്ഥിക്കണം. വെറുതെയുള്ള ചില ചൊല്ലലുകളോ പ്രാർത്ഥനകളോ നമസ്കാരങ്ങളോ അല്ല ഈ പറയുന്നത്. ശരിയായ ജീവിത അനുഭവമുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ തീരാൻ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ യേശുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ പൂജ്യമാണ്, നഷ്ടമാണ്. നമ്മുടെ മക്കൾ യേശുവിൻ്റെ വഴിയായി തീർന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ്. നാം എന്തെല്ലാം നേടിയാലും ആത്മീയമായിട്ട് നമ്മുടെ മക്കൾക്ക് അത് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെല്ലാം നാശത്തിലേക്ക് പോവുകയും ചെയ്യും. അപകടമാണ്. ദൈവത്തിന് സ്തോത്രം.
ദൈവം ചോദിച്ചു, ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഉടനെ പിശാച് പറയുകയാണ്, ദൈവമേ നിനക്കറിയാൻ പാടില്ലേ, അവന് സുഖമല്ലേ, എന്തിനാ കുറവ്? അവന് ഭക്തി മുറി പിടിച്ചുകൊണ്ടിരിക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? അവൻ എന്തിനാ കുറവ്? മക്കളുണ്ട്, സ്വത്തുണ്ട്, ആടുമാടുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്, എല്ലാം ഉണ്ടല്ലോ, നല്ല ഐക്യമുള്ള 10 മക്കൾ, എല്ലാം ഉണ്ടല്ലോ. ദൈവം പറഞ്ഞു, ശരി, നിൻ്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ വെല്ലുവിളിച്ചത്, ചലഞ്ച് ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ അവന് പ്രാണനിൽ നിന്ന് ഹാനി വരുത്തരുത്, അല്ലാത്ത വിധത്തിൽ ദോഷങ്ങൾ ചെയ്തുകൊള്ളൂ, ഞാൻ അനുവദിച്ചിരിക്കുന്നു. ദൈവം അനുവദിക്കാതെ ഒരു പിശാചിനും തൊടാൻ സാധിക്കുകയില്ല. ദൈവം അനുവദിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കേടുവരുത്താൻ പറ്റുകയുള്ളൂ. ദൈവം അനുവദിക്കേണ്ടി വരും. അത് സാത്താൻ്റെ ആ വെല്ലുവിളിയെ ദൈവം അഭിമുഖീകരിക്കേണ്ടി വരും. നീതിമാനായ ദൈവം വെല്ലുവിളിയെ അഭിമുഖീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായി നാം കാണുന്നത്? ഇയ്യോബ്, ദൈവസന്നിധിയിൽ നീതിമാനായ ഇയ്യോബ് എല്ലാം തകർന്നതായി തീർന്നു. പിശാചിൻ്റെ ഉപദ്രവം, സാത്താൻ്റെ ഉപദ്രവം. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് പരാജയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. നിങ്ങൾക്ക് കടം പെരുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. നിങ്ങൾക്ക് ആകസ്മികമായ അത്യാഹിതങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാത്താനുണ്ട്. ഏത് തിന്മയുടെയും പിന്നിൽ സാത്താനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, സാത്താന് എന്നിൽ അവകാശം പറയാൻ എന്താ ഉള്ളത്? എൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറഞ്ഞ് എനിക്ക് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു കളയാൻ അതിന് തക്കവണ്ണം എൻ്റെ പക്ഷത്ത് എന്താ ഉള്ളത്? എന്തെങ്കിലും പാവം എനിക്ക് വന്നോ? ഇതാ ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പാപം വന്നു കഴിഞ്ഞാൽ സാത്താന് അവകാശമായി കഴിഞ്ഞു. ഇയ്യോബിനോട് ഇവിടെ പാപം ഒന്നായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ ഉണ്ട്. പിന്നീട് ചിന്തിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇയ്യോബിന് ഈ സാത്താനോടുള്ളതായ ആ പോരാട്ടത്തിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നുപോയി. അത് പിന്നീട് പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊരു ദുരിതം വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ സാത്താന്യ ശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും സ്തോത്രം, സാത്താൻ ഇയ്യോബിനെ ബാധിച്ചു, ഇയ്യോബിൻ്റെ സമ്പത്ത് പോയി. പക്ഷേ പിന്നെ ഒരവസരത്തിൽ ഈ സാത്താൻ തന്നെ പിന്നെയും ദൈവത്തിലേക്ക് കടന്നു ചെന്നു. ദൈവം ചോദിച്ചു, ദൈവം ഉദ്വേഗത്തോടെ ചോദിക്കുകയാണ്, ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഊടാടി സഞ്ചരിക്കലാണ് എൻ്റെ തൊഴിൽ, നശിപ്പിക്കാൻ, ദൈവമക്കളെ നശിപ്പിക്കുക, അതാണ് എൻ്റെ തൊഴിൽ. ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ ദാസനെ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. ദൈവമേ, അങ്ങ് പറഞ്ഞില്ലേ അവൻ ഭക്തനാണ്, അവന് ഇത്രയും നഷ്ടം വന്നിട്ടും അവൻ ഭക്തി മുറി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവന് ശരീരത്തിൽ കേടൊന്നും വന്നില്ലല്ലോ, അവൻ്റെ ശരീരത്തിൽ കേടൊന്നും വന്നില്ലല്ലോ. ദൈവമേ, നിനക്കറിയാൻ പാടില്ലേ, അവന് ആരോഗ്യമുണ്ടല്ലോ, അവന് തൽക്കാലം കുറച്ച് സ്വത്തൊക്കെ കേട് വന്നു, അത്രയല്ലേ ഉള്ളൂ. ദൈവം പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നീ തൊട്ടുകൊള്ളൂ, ശരീരത്തിൽ തൊടുക. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. സാത്താൻ ചെന്ന് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുകംതല വരെ ബാധിച്ചു, രോഗങ്ങളാൽ ബാധിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. രോഗം, സ്വത്ത് പോയി, മക്കൾ പോയി, കനത്ത നഷ്ടം വന്നു. എങ്കിലും ഇയ്യോബ് ഭക്തി വിടാതിരിക്കുകയായിരുന്നു. ഇയ്യോബ് എന്നെല്ലാം പറഞ്ഞത് ഒറ്റ കാര്യമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തിവിടുമാറാകട്ടെ. എന്തൊരു ധൈര്യം! ദൈവം തന്നത് ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിവിടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തനായ ഒരു ദൈവവൈതൽ, അദ്ദേഹം യാക്കോബായ സഭയിൽ അന്ന് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി, മകനുണ്ടായി. അദ്ദേഹം ആ മകൻ ഉണ്ടായി, അതിൽ സന്തോഷമുണ്ടല്ലോ. ആ മകന് രോഗം വന്നു, മകൻ മരിച്ചുപോയി. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിനറിയാം എന്തുകൊണ്ടാണെന്ന്, എൻ്റെ മകൻ മരിച്ചതെന്നുകൊണ്ടാണെന്ന് ദൈവത്തിനറിയാം. എനിക്കൊരു സങ്കടമേ ഉള്ളൂ, സഭയ്ക്ക് ഒരു സുവിശേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ വളർന്നു വന്നിരുന്നെങ്കിൽ സുവിശേഷനാകുമായിരുന്നു എന്നാണ്. സഭയ്ക്ക് ഒരു സുവിശേഷം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ മോന് ഒരു സുവിശേഷനായി തീരണം. അദ്ദേഹം ഈ പറഞ്ഞ പട്ടക്കാരൻ ഒരു കോർപ്പസ്കോപ്പയൊക്കെ ആയി
അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ മകൻ വളർന്നു വരുമ്പോൾ ഒരു സുവിശേഷനായി തീരും, അദ്ദേഹം ഒരു സുവിശേഷനായിരുന്നു, അതുകൊണ്ട് മോനും അതുപോലെ ആയിത്തീരും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തകർന്നുപോയി. പക്ഷേ അദ്ദേഹം ആത്മീയമായിട്ട് തളർന്നില്ല. കൂടുതൽ വേദപുസ്തകം പഠിക്കുകയും വേദപുസ്തകത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്ത് അനേകം പ്രസംഗങ്ങൾ ചെയ്തു, സുവിശേഷ പ്രസംഗങ്ങൾ ചെയ്തു, ചില പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളെല്ലാം പണ്ട് ഞങ്ങളുടെ പള്ളിയിലെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം പിന്നീട് പള്ളി കേസൊക്കെ ആയപ്പോൾ അതൊന്നും ഉണ്ടോ ഇല്ലയോ അറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നല്ല നല്ല മനോഹരമായ പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്, മനോഹരമായ പുസ്തകങ്ങൾ, ധ്യാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നിനൊന്ന് വളർന്നു, ആത്മീയമായി വളർന്നു, ഒട്ടും പാടിയില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഏറ്റവും സുന്ദരമായ സുഗന്ധമുള്ള പുഷ്പമായി ദൈവം അത് അംഗീകരിച്ചു, ദൈവം സ്വീകരിച്ചു, ഇത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഏറ്റവും നല്ലൊരു പുഷ്പമായി, പൂജാപുഷ്പമായി ദൈവം അംഗീകരിച്ചിരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ആപത്തുകൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ നാം അതിനെ നേരിടുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. നേരിടാൻ പറ്റില്ല. പെരിയ കടം വരുന്നു, വലിയ കടം വരുന്നു, എങ്ങനെ നേരിടും? വീട്ടാൻ മാർഗമില്ല, എങ്ങനെ നേരിടും? പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ നാം സ്വീകരിച്ച് ക്രിസ്തു തരുന്നതായ വിശുദ്ധീകരണം അനുഭവിച്ച് പാപത്തെ ഓർത്ത് അനുഭവിച്ച് കർത്താവേ എൻ്റെ കെടുതികൾക്കെല്ലാം കാരണം എൻ്റെ പാപമാണ് എന്ന് സമ്മതിച്ച് വിനയപൂർവ്വം ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവേ നീ എൻ്റെ കരുണ ചെയ്തേ പറ്റൂ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ കഷ്ടത മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, യേശുവെ നീ എൻ്റെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോകുമല്ലോ, നിത്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുവിൻ്റെ വകയായി തീർന്നാൽ വ്യക്തമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, ഉറപ്പാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ വകയായി തീർന്നാൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായും പിന്നെ നിങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനം കിട്ടും, ജീവിതത്തിൽ സ്വസ്ഥത കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. കാരണം യേശുക്രിസ്തു ആണ് സകല നന്മകളുടെയും ഉറവിടം, സകല നന്മകളുടെയും ആധാരം കർത്താവായ യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുക. ദൈവത്തിന് സ്തോത്രം. യോബിനെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു, കഠിനമായ പരുക്കൾ, നെറുകന്തലവരെയും പരുക്കൾ, ഉള്ളങ്കാൽ മുതൽ. അവിടെ പരുക്കൾക്ക് ഇടയ്ക്ക് ചെറിയ ഇല്ലാത്ത ഭാഗമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഭയങ്കരമായ ചൊറിച്ചിൽ. യോബ് അത് എല്ലാം ഇങ്ങനെ മാന്തി ചൊറിച്ചിൽ മാറ്റാൻ ഒരു ഓട്ടിങ് കഷ്ണം എടുത്ത് മാന്തിക്കൊണ്ടിരുന്നു. ഇത്ര ദയനീയമായ ചിത്രമാണ്, ദയനീയമായ ചിത്രം. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ ജീവിതത്തിൽ വന്ന കൊടുങ്കാറ്റ്, ആ ഒരു ചുഴലിക്കാറ്റ് അടിച്ചു. ആ കൊടുങ്കാറ്റ് മറ്റനേകം കൊടുങ്കാറ്റുകളുടെ ഒരു ആരംഭമായിരുന്നു. ഒന്നാമത്തെ കൊടുങ്കാറ്റ് ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അത് യാതനകളുടെയും ദുരിതങ്ങളുടെയും ആപത്തുകളുടെയും കൊടുങ്കാറ്റായിരുന്നു. എന്ന് യുവാക്കളെ കേൾക്കുന്ന നിങ്ങൾ ദയവായി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ യാതനകളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങളുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല. എന്നെ സൃഷ്ടിച്ച്, ഞാൻ ആവശ്യപ്പെടാതെ എന്നെ സൃഷ്ടിച്ച്, ഞാൻ ആഗ്രഹിക്കാതെ എന്നെ സൃഷ്ടിച്ച്, ഞാൻ പ്രാർത്ഥിക്കാതെ നീ എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ എന്നെയാക്കി ഇത്രയും വർഷങ്ങൾ എന്നെ കാത്ത ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വരുന്നതായ ഒരു കാര്യവും നീ അറിയാതെയല്ല ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തലയിലെ തലമുടി ഇഴകൾ ഓരോന്നും നീ എണ്ണിയിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഒരെണ്ണം തലമുടി നാരുകൾ ഒരെണ്ണം താഴെ വീണാൽ നീ അറിയാതിരിക്കുകയില്ല. അത്രമാത്രം നീ എന്നെ അറിയുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രശ്നം നാഥാ നീ കാണണമേ, എൻ്റെ ഈ വേദന നീ അറിയണമേ. കർത്താവേ, പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നിലുണ്ടോ ഞാനത് നീക്കുവാൻ തീരുമാനിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ പിശാച് അവകാശം പറയുന്നുണ്ടോ എല്ലാം ഞാൻ നിശ്ശേഷം മാറ്റുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അഭയപ്പെട്ട് ചെന്നാൽ, സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ അപ്പുറത്ത് വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും, വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നുള്ള കടങ്ങളെല്ലാം മാറും. എനിക്കൊരു സംശയം, ഇന്ന് കടങ്ങൾ മാറും. ദൈവത്തിൻ്റെ ഒരു നാമമഹത്വപ്പെടി നിങ്ങൾ കടം വാങ്ങിക്കാൻ നീട്ടിയ കൈകളുണ്ടല്ലോ, അനേകർക്ക് കൊടുക്കുന്ന കൈകളായി മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് സത്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് നിങ്ങൾ കടം വാങ്ങിക്കാൻ നീട്ടിയ കൈകൾ, ചിലരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി നിങ്ങൾ കടം വാങ്ങിച്ചു. നാളൊരു ദിവസം, സ്തോത്രം, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മതിയായ വസ്തുവകയുള്ളതിനായിത്തീരും. ദൈവത്തിൻ്റെ കൃപ അതാണ്, ദൈവത്തിൻ്റെ വഴി അതാണ്. സ്തോത്രം. ദൈവം അങ്ങനെയാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒന്ന്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന കൊടുങ്കാറ്റ്, ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. രണ്ടാമത്തെ കൊടുങ്കാറ്റ്, ഇറ്റ് വാസ് ദി ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കൊടുങ്കാറ്റ്. ആപത്തുകളുടെ കൊടുങ്കാറ്റ്, അത്യാഹിതങ്ങളുടെ കൊടുങ്കാറ്റ്, കഷ്ടതയുടെ കൊടുങ്കാറ്റ്, ദുരിതത്തിൻ്റെ കൊടുങ്കാറ്റ്. അത് കഴിഞ്ഞു, തീർന്നില്ല. ഡിസീസസ്, രോഗത്തിൻ്റെ കൊടുങ്കാറ്റ് വന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എന്നും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതല്ല നല്ലത്. എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങളൊക്കെ നല്ലതാണ്, രോഗങ്ങൾ വരുന്നത് നല്ലതാണ്, ചില കഷ്ടതകൾ വരുന്നത് നല്ലതാണ്, ചില നഷ്ടങ്ങൾ വരുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലത്. ഈ കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും രോഗം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി വാഞ്ചിക്കും. നാം സെൽഫ് സഫിഷ്യൻ്റ് അല്ല, നാം സ്വയം പര്യാപ്തമുള്ളവരല്ല എന്ന് മനസ്സിലാകും. എനിക്ക് തന്നെ നിൽക്കാൻ കഴിവില്ലെന്ന് മനസ്സിലാകും. അപ്പോൾ അന്നേരം നാം ദൈവത്തിലങ്ങ് ആശ്രയിക്കും. ഇന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ കഷ്ടതയിലോ യാതനയിലോ രോഗത്തിലോ പെട്ടിരിക്കുന്ന യുവാക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നന്മയ്ക്കാണ്, നന്മയ്ക്കാക്കി തീർക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളെ തേച്ച് ഉരച്ച് മിനുസപ്പെടുത്തി സ്വർഗ്ഗരാജ്യത്തിന് കൊള്ളാവുന്നതിനാക്കി തീർക്കാൻ ദൈവം അധ്വാനിക്കുകയാണ്. നിങ്ങളുള്ളതായ തിന്മകളൊക്കെ ഉരച്ചൊരച്ച് മാറ്റിക്കളഞ്ഞ് എല്ലാം മാറ്റി മിനുസപ്പെടുത്തി നല്ല തിളക്കമുള്ള ജീവിതമാക്കി തീർത്ത് സ്വർഗ്ഗരാജ്യത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവം ഒരുക്കുകയാണ്. ഇവിടെ ഈ കാണുന്നതെല്ലാം കുറേ കാലത്തേക്കല്ലേ ഉള്ളൂ, കുറച്ച് കാലത്തേക്ക്, അല്പസമയത്തേക്കുള്ള ലഘുവായ കഷ്ടം മാത്രം. പക്ഷേ അനവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് പിന്നാലെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നാം വിശ്വാസത്തിൽ സമ്പന്നരായിത്തീരും. ഇന്നത്തെ ഈ ഏകാന്തത സാരമില്ല, ഇന്നത്തെ ഈ ദുരിതം സാരമില്ല, ഇന്നത്തെ കഷ്ടത സാരമില്ല, ഇന്നത്തെ യാതനകൾ സാരമില്ല. നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ ഞാൻ എണ്ണുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ജീവിതത്തിലെ യാതനകളൊക്കെ ഉണ്ടായതാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ കാരണമായത്. ജീവിതത്തിൽ യാതനകൾ വന്നത്, എൻ്റെ അപ്പൻ മരിച്ചുപോയി, ചേട്ടനും മരിച്ചുപോയി, അമ്മയും ഞാനും പെങ്ങളും മാത്രമായി. അങ്ങനെയൊരു കൊച്ചു കുടുംബം, ശോകമുഖമായ അന്തരീക്ഷം, വാടിപ്പോയ ജീവിതം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ജീവിതമാകെ വാടിപ്പോയിരുന്നു, സമാധാനം ഉണ്ടായിരുന്നില്ല. സന്ധ്യയായാൽ വാതിലും ചെല്ലെല്ലാം അടച്ച് കുറ്റിയിട്ടിട്ട് ഞങ്ങളകത്തിരിക്കും. ഒരു പൂച്ചയോ പട്ടിയോ മറ്റോ ഓടുന്ന കാൽപ്പനകൾക്ക് പേടിയാണ്, ചീവിടികൾ ശബ്ദിക്കുന്നവർക്ക് പേടിയാണ്. അന്നൊക്കെ ഈ പ്രദേശം മുഴുവൻ കാടും പറലുമായിരുന്നല്ലോ. അതുകൊണ്ട് അന്ന് ഇവിടെ കുറുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുറുക്കൻ പോകുമ്പോഴേക്കും പേടിയാണ്. എല്ലാം പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇരുളിലെ പേടിയങ്ങ് വർദ്ധിച്ചു വരും. അങ്ങനെയെല്ലാം കഴിഞ്ഞുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് രാത്രി അത്താഴം കഴിഞ്ഞ് എൻ്റെ അമ്മയോ പെങ്ങളോ എന്നെ കൊണ്ടുവന്ന്, അന്ന് മണ്ണുവിളക്കാണ്, കൊണ്ടുവന്ന് കിടത്തിയിട്ട് പുതപ്പ് കൊണ്ട് മൂടി പുതപ്പിച്ച് കിടത്തിയിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം ഭയങ്കര പേടിയായിരുന്നു. പേടി ഭയങ്കരമായ പേടി. ദൈവത്തിന് സ്തോത്രം. എന്തിനെ പേടിക്കുന്നത് അറിയാൻ പാടില്ല. ഇരുട്ടിൻ്റെ പേടി, ശബ്ദം കേട്ട പേടി. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പേടിയെല്ലാം മാറിപ്പോയി. എല്ലാ ഭയവും മാറിപ്പോയി. ഒരു ഭയവും ഇല്ല. ഈ കൂരിട്ട് നടക്കാൻ പേടിയില്ല. സ്തോത്രം. ഒരു പേടിയുമില്ല, ആരെയും പേടിയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ ശക്തനായതുകൊണ്ടല്ല, എൻ്റെ അകത്തൊരാളുണ്ട്. സ്തോത്രം. എൻ്റെ അകത്തിരിക്കുന്നവൻ വലിയവനാണ്. എന്നെ ഭരിക്കുന്നവൻ വലിയവനാണ്. എന്നെ നടത്തുന്നവൻ ഉന്നതനാണ്. അവൻ സർവ്വവല്ലഭനാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ. ജീവനുള്ള ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല, ഒരു വിഷമവും നിങ്ങൾക്ക് വരികയില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് മനസ്സിലാകും. നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ല, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. യോബ് പരവശനായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യോബ് വിഷമിച്ചു പോയി, കൊടുങ്കാറ്റേറ്റ് തകർന്നുപോയി. എന്നാൽ യോബിൻ്റെ മനസ്സിന് ഭാരം വരാതെ യോബ് ദൈവത്തെ ആശ്രയം വെച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ യാതനകളിലും വേദനകളിലും വിട്ട് നട്ടം തിരിയുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരപ്പെടുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നെടുവേർപ്പെട്ട് കഴിയുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സമാധാനമില്ലാതെ, ഉറക്കം വരാതെ, എന്തു വേണമെന്നറിയാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ എല്ലാം കടന്നിട്ടുള്ള ആളാണ്. സമാധാനമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും, ഉറക്കം വരുന്നില്ല. പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് കുഴങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് യാതനയുണ്ടെങ്കിൽ
ഇന്ന് വേദനയുണ്ടെങ്കിൽ, ഇന്ന് ആകുലമുണ്ടെങ്കിൽ, ഇന്ന് ഭാരമുണ്ടെങ്കിൽ, ഇന്ന് അത്യാഹിതങ്ങളുണ്ടെങ്കിൽ, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഇവനെ വിളിക്കൂ. യേശുവിനെ നിങ്ങൾ വിളിക്കുക. യേശു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് മന്ദം മന്ദം വരുന്നുണ്ട്. അവൻ്റെ തൃക്കൈകൾ നിന്ന് നേരെ നീട്ടുന്നുണ്ട്. അവൻ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നാണ് പറയുന്നത്. നമ്മുടെ വലം കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കും. നമ്മെ അവൻ നടത്തും. അവൻ നമ്മോട് കൂടെ നടക്കും, അല്ല നാം അവനോട് കൂടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു സൗഭാഗ്യകരമായ ജീവിതമാണിത്. ക്രിസ്തീയ ജീവിതം, യേശുവിനോട് ചേർന്നുള്ള ജീവിതം, യേശുവിൽ ലയിച്ചും അലിഞ്ഞുമുള്ള ജീവിതം, യേശുവിനെ സ്നേഹിക്കുന്നൊരു ജീവിതം. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റയ്ക്കൊരു കാര്യം, യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിനെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് കാര്യം വരുന്നത്. ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെ അവൻ എനിക്ക് വേണ്ടി ജീവൻ വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പാവം എല്ലാം അവൻ ശിക്ഷയേറ്റു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പാവത്തെ ശിക്ഷയെല്ലാം അവൻ ഏറ്റുവോ എല്ലാ ശിക്ഷയും അവൻ വഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവൻ്റെ ആ പുണ്യ രക്തം എനിക്ക് വേണ്ടി ചിന്തി എന്നുള്ളത് കൊണ്ടാണ്. ആ തിരക്തമാണ് എന്നെ രക്ഷിച്ചത്. ആ ജയമുള്ള സ്ലീബായാണ് എന്നെ കാത്തു സൂക്ഷിച്ചത്. ഇന്ന് നിങ്ങൾക്ക് ഈ സമയത്ത് ശാന്തമായി ആ കുരിശുചൂട്ടിലേക്ക് അണയാം. നിങ്ങൾക്ക് മന്ദം മന്ദം വന്ന് കർത്താവിനെ കുരിശുചൂട്ടിൽ നിങ്ങൾക്ക് വീഴാം. അവിടെ നിങ്ങൾക്ക് തലചായ്ച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഈ പാവിയായ എന്നോട് കരുണ തോന്നണമേ. ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ കർത്താവേ. ഇത്രയും കാലം പാഴാക്കി കളഞ്ഞല്ലോ കർത്താവേ. അതാ ഇന്ന് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവിതം പാവത്തിന് വിട്ടുകൊടുത്തു പോയല്ലോ, ലോകത്തിന് ഇമ്പങ്ങൾക്ക് വിട്ടുകൊടുത്തു പോയല്ലോ, ലോകമനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുത്തു പോയല്ലോ. പോയി നഷ്ടപ്പെട്ടു. കർത്താവേ, എന്നോട് ഓർക്കല്ലേ, എൻ്റെ പാവങ്ങളുടെ മേൽ കണക്കിടല്ലേ. ആ തിരക്തത്താൽ ഇപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ കഴുകി മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ കഴുകി മാറ്റണമേ. കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുത്തി തരണമേ. ഒരു പൂർണ്ണ വിശുദ്ധനായി നിൽപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങളിപ്പോൾ? കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുമോ? യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിന്ന് നിങ്ങൾ വാദിക്കുകയാണ്. അവൻ പ്ലീഡ് ചെയ്യുന്നു, അവൻ വാദിക്കുന്നു. എന്ത്? മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു യാചകനെ പോലെ നിൽക്കുന്നു. സ്തോത്രം. യാചകനെ പോലെ നിൽക്കുന്നു. നിൻ്റെ പിറകെ ഇത്രയും കാലം നടന്നിട്ടും നീ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ഇപ്പോഴിതാ മുന്നോട്ട് വന്ന് നിൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞേ, ഞാൻ നിനക്ക് ഐശ്വര്യം തരാം, നിനക്ക് ഞാൻ സമൃദ്ധി തരാം, നിനക്ക് സമാധാനം തരാം, നിനക്ക് സന്തോഷം തരാം, നിനക്ക് സ്വർഗവും തരാമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മകളെ, നീ എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്ത് ആശ്വാസം നിലം കിട്ടുകയില്ല. സത്യമായ ആശ്വാസം തരാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അരികിലേക്ക് വരുന്നു, നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യേശുവിനെ വണങ്ങാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രയും കാലം പാഴായി പോയെങ്കിലും ഇനിയുള്ള കാലം വിശ്വാസത്തിൽ ഉറച്ച് കർത്താവ് നല്ലവനെന്ന് മനസ്സിലാക്കി യേശുവിനെ സ്നേഹിച്ചൊരു പുതിയ ജീവിതം ഞാൻ നയിക്കും. യേശുവിനെ സ്നേഹിക്കും, വേറെ ഒന്നും വേണ്ട. യേശുവിനെ സ്നേഹിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകനായ യേശുവിനെ ഞാൻ സ്നേഹിക്കും. എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ ഞാൻ സ്നേഹിക്കും. എനിക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുവിനെ ഞാൻ സ്നേഹിക്കും. ഒറ്റയ്ക്കൊരു കാര്യം, യേശുവിനെ ഞാൻ സ്നേഹിക്കും. ഈ തീരുമാനത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, മനസ്സ് നൊന്തിരിക്കുന്നവർ, മനസ്സ് വിങ്ങിയിരിക്കുന്നവർ, ഹൃദയം വേദനിച്ച് പൊളഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് കർത്താവേ ഇപ്പോൾ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശ്വാസം നൽകണമേ. എല്ലാവരും എൻ്റെ യേശുവിനെ സ്നേഹം കാണുവാൻ കണ്ണ് തുറന്ന് കിട്ടിയ അനുഭവത്തിൽ ഇന്ന് കർത്താവേ നിൻ്റെ സന്നിധിയിൽ വന്ന് വീഴുവാനുള്ളതായ കൃപ നൽകി അനുഗ്രഹിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.